അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഒരവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ഒരു ചോദ്യം ചോദിക്കുകയാണ്. വല്ലാത്തൊരു ചോദ്യമാണ്. ഇന്ന് വരെ ആരും അങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ല. എന്താണ് ആ ചോദ്യം? മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? കൃത്യമായി എപ്പോഴാണെന്ന് അറിഞ്ഞാൽ അതൊരു വിഷയമാണല്ലോ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി ചോദിച്ചപ്പോൾ അതിന് ഇന്ന ദിവസമാണ്, ഇന്ന മാസത്തിലാണ് എന്ന് പറയുന്നതിന് പകരം അങ്ങോട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. അല്ല, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് അറിയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഖിയാമത്ത് നാൾക്ക് വേണ്ടി നീ എന്ത് അമൽ ചെയ്തിട്ടുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ മറുപടിയോ അതിനേക്കാളും ഒരു അത്ഭുതമാണ്. അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ കയ്യിൽ അമലൊന്നുമില്ല, പക്ഷേ ഒന്നുണ്ട്, ഹുബ്ബുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. അവിടെ ഞാൻ നിസ്കരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഓതുന്നവനാണുവെന്നോ അതൊന്നും പറയാതെ അയാൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടവും മുത്തുനബിയുടെ ഇഷ്ടം അതിലെല്ലാം വന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടവും മുത്തുനബിയുടെ ഇഷ്ടം വരാൻ കൊണ്ടായാൽ പിന്നെ അയാളൊരു നല്ല മനുഷ്യനാണെന്നോ അയാളൊരു ഇബാദത്തുള്ളവനാണെന്നോ അയാളൊരു ഖുർആൻ ഓതുന്നവനാണെന്നോ അള്ളാഹു കൽപ്പിച്ചതൊക്കെയും പാലിക്കുന്നവനാണ് എന്നോ അതൊന്നും പറയേണ്ടതില്ലല്ലോ. അങ്ങനൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മറുപടി കേട്ടപ്പോൾ മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമായി. ആ സമയത്താണ് മുത്തുനബി അങ്ങോട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് ഒരു വാക്ക് പറഞ്ഞു, ഫഇന്നക മഅമൻ അഹ്ബബ്ത. ഓ, അങ്ങനെയാണോ ഖിയാമത്ത് നാൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചത്, നീ ഒരുങ്ങിയത് ഈ വിഷയം കൊണ്ടാണോ? അള്ളാഹുവിൻ്റെ ഹുബ്ബും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹുബ്ബ് ഇതാണോ നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്നാൽ നീ മനസ്സിലാക്കണം, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരെ കൂടെയായിരിക്കും നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളില്ലെന്ന് മുത്തുനബി നല്ലൊരു ഓഫർ നൽകുകയാണ്. ഇതിലൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നാളെ ഖിയാമത്ത് നാളിൽ വിജയിക്കണമെങ്കിൽ, നാളെ ആ വലിയ ഭയാനകമായ ദിവസത്തിൽ വിജയം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഇഷ്ടമുള്ളവരാകണം. അവർക്കേ അവിടെ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് മുത്തുനബി പറഞ്ഞത്. ആരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരെ കൂടെയായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ. അതേ സമയത്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ധിക്കാരികളായ ദുനിയാവിൻ്റെ ആൾക്കാരെ അവരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരോട് കൂടെയായിരിക്കും നമ്മൾ ഖിയാമത്ത് നാളിൽ. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ഫലമ്മാ ഫർഹിന ബഅദൽ ഇസ്ലാമി ഫർഹൻ അശദ്ദ മിൻ ഖൗലി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇസ്ലാമായതിൻ്റെ ശേഷം പിന്നീട് അതിനേക്കാൾ സന്തോഷമുള്ളൊരു ദിവസം ഇതല്ലാതെ വേറെ എനിക്കുണ്ടായിട്ടില്ല. അത്രമാത്രം ഒരു സന്തോഷമാണ് മുത്തുനബിയുടെ ഈ വാക്കുകൊണ്ട് എനിക്കുണ്ടായത്. കാരണം എൻ്റെ ജീവിതമാണെങ്കിലോ ഫഅന അഹബ്ബുല്ലാഹി വ റസൂലിഹി, ഞാൻ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഇവരൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ഇവരെ കൂടെ ഖിയാമത്ത് നാൾ എനിക്ക് കിട്ടാൻ ആഗ്രഹമുണ്ട്. കിട്ടുന്നതിൽ അവരെ കൂടെ ഉണ്ടാകുന്നതിൽ ഒരു പ്രതീക്ഷയുണ്ട്. മുത്തുനബിയല്ലേ പറഞ്ഞത്, ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ കൂടെ നീ ഖിയാമത്ത് നാളിലായിരിക്കും. അപ്പോൾ ഖിയാമത്ത് നാളിൽ മുത്തുനബിയോട് കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൂടെ ആയിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്നത്. അതിനേക്കാൾ സന്തോഷമുള്ളത് വേറൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവരോടുള്ള സ്നേഹം, അവരോടുള്ള ഇഷ്ടം
ഞാൻ വർദ്ധിപ്പിക്കുന്നവനാണ് എന്ന് എനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന, വലിയ സന്തോഷം നൽകുന്ന ഹദീസാണ്, വാക്കാണ് എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഖിയാമത്ത് നാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ അവിടെ നാം ഒരുക്കി വെക്കേണ്ടത് അത് ഇത്തരത്തിലുള്ള മഹാന്മാരോടുള്ള സ്നേഹമാണ്, ഔലിയാക്കന്മാരോടുള്ള സ്നേഹമാണ്, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടുള്ള സ്നേഹമാണ്. അത് നമ്മളെ ഖൽബിലുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ, അല്ലാഹു അത് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാളെ ആഖിറത്തിൽ അവരെ കൂടെയായിരിക്കും ഖിയാമത്ത് നാളിൽ. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക, അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുക, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് കേവലം പറച്ചിലാകരുത്, ആത്മാർത്ഥമാകണം, ഖൽബിലുണ്ടാകണം. പക്ഷേ അങ്ങനൊരു ഹുബ്ബുണ്ടെങ്കിൽ അവരുടെ ജീവിതം നാം പഠിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരമാവധി കൊണ്ടുവരാൻ നാം ശ്രമിക്കും. മുത്തുനബിയുടെ ഇഷ്ടമുള്ളവൻ എത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ സുന്നത്തുകളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമോ അതൊക്കെ കൊണ്ടുവരുന്നവനാകും. അല്ലാതെ ഒരു സുന്നത്തിൻ്റെ ഭാഗം ചിന്തിക്കാതെ കേവലം മുത്തുനബിയുടെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് അല്ലാഹുവിൻ്റെ റസൂലിനെയും മറ്റുള്ള മഹാന്മാരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ അടയാളമാണ് അവൻ്റെ ജീവിതത്തിൽ അവരെ മാതൃകയാക്കി ജീവിക്കുക എന്നുള്ളത്. അതും കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആൻ ഷരീഫ് വളരെ ഭംഗിയായി ഒരു സ്ഥലത്ത് പറയുന്നത് കാണാം, നിങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു ധാരാളം ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ട് അവരുടെ വിശേഷണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഒരു സ്ഥലത്ത് പറഞ്ഞൊരു വാക്കാണ്, മുഅ്മിനീങ്ങളെ പറഞ്ഞാൽ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ ധാരാളം ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളത്. അതേ, അല്ലാഹുവിനെ ധാരാളം ഇഷ്ടപ്പെടുന്നവരാകണം. അല്ലാഹുവിനെ ധാരാളം ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളമാണ് അല്ലാഹു പറഞ്ഞതുപോലെ കേൾക്കുക, അത് താല്പര്യമുള്ളവരാവുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആ നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.